എന്തുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ എത്രയോ അമ്മൂമ്മമാരെ അവിടെ കൊണ്ടുവന്നാക്കുന്നു. ഇപ്പം ഞങ്ങളുടെ അവിടെ ഒരു റോഡിൽ ഉപേക്ഷിച്ച ഒരു ബ്രാഹ്മിൺ സ്ത്രീ കൊല്ലത്തെ സെൻറ്ററിലെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ സായി ഗ്രാമത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനും അമ്മയും തേടി മക്കൾ പിന്നെ അതിൻ്റെ കഥയാണ് ഈ പറയണത്. ഈ അമ്മുമ്മ സുഖമായിട്ട് സന്തോഷമായിട്ട് താമസിച്ചു. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ മകനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, താൻ ഇത്രയും നാൾ എവിടെയായിരുന്നു? അല്ല, ഞാൻ അമ്മയെ അന്വേഷിച്ച് നടക്കണമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് തെരുവിൽ നിന്നാണ്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് കിട്ടിയത് അവിടെ നിന്നാണ് എന്നെല്ലാം സംസാരിച്ചിട്ട് അയാൾ അവരുടെ ഇയാൾ കരയണു, അമ്മ കരയണു, ആകെ ബഹളം. അമ്മ പറയണു ഞാൻ മോൻ്റെ കൂടെ പോകണം. ഞാൻ പറഞ്ഞു, അമ്മ ഒന്നും കൂടെ ആലോചിക്കൂ. ഒരാഴ്ച അമ്മയും മകനെ അവിടെ നിർത്തി. വീണ്ടും അമ്മയൊക്കെ ചോദിച്ചു, അമ്മയ്ക്ക് പോകണോ? അമ്മയ്ക്ക് എന്താവശ്യമാണ്? ഇല്ല, ഞാൻ മോൻ്റെ കൂടെ 4-5 ദിവസം പോയി താൻ. അതാണ് ഒരു അമ്മയുടെ ആ മനസ്സ്, നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. എന്നിട്ട് ഇവൻ്റെ കൂടെ അമ്മ പോയി. ഒന്നും പറയണ്ട, ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയാണ് താമസിക്കണേ. രാവിലെ നോക്കിയപ്പോൾ ഒരു സഞ്ചിയും പിടിച്ചുകൊണ്ട് ഈ അമ്മൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണേ. ഞാൻ അത് ചോദിച്ചു, എന്ത് പറ്റിയമ്മ? ഇവരുടെ പേരിൽ 7 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവൻ എഴുതി മേടിച്ച് കഴിഞ്ഞിട്ട് തീർന്നില്ല, ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറ്റി വിട്ടു. ഇങ്ങനെ ഇതിപ്പോൾ ഒരു എക്സാമ്പിളാണ്, അല്ലാണ്ട് ഇതൊരു വേർപെട്ട കാര്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും നാളും കണ്ട സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇതുപോലെയുള്ള 10,000 സംഭവങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് പറയും ഇതിനെക്കുറിച്ച്? എന്ത് പറയും? എന്ത് സാമൂഹ്യ വ്യവസ്ഥിതിയാണിത്? ഈ സംസ്കാരമാണോ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം? അപ്പോൾ ഈ രീതിയിൽ ഇത് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വളം വച്ചിട്ട് തെങ്ങിന് കായ്ക്കുന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല.